നമ്മൾ അഹമ്മദാബാദിലേക്ക് പോവുകയാണ്. അവിടെ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുന്നു. 274 പേരുടെ മരണം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലെ 5 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ച പ്രദേശവാസികളിൽ ഒരു ഗർഭിണിയും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് ദൗത്യസംഘത്തിന്റെ നിഗമനം. ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലവും ഇന്ന് ലഭിക്കും. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി സാമ്പിൾ നൽകി. വ്യോമ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് വ്യോമമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് ശരത്ലാലുണ്ട്. ശരത്ത്, ഇപ്പോൾ അവിടെ നടക്കുന്ന തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഇന്ന് ഉന്നതതല യോഗമുണ്ട്. ഈ യോഗം എപ്പോഴാണ്? ആരൊക്കെ അതിൽ പങ്കെടുക്കും? കേന്ദ്രമന്ത്രിമാരൊക്കെ ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുകയാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഒപ്പം ഈ രഞ്ജിതയുടെ സഹോദരൻ DNA സാമ്പിൾ നൽകിയിരുന്നു. അതിന്റെ പരിശോധനാ ഫലം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഞാനിപ്പോൾ നിൽക്കുന്നത് DNA സാമ്പിൾ നൽകുന്ന മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനകത്താണ്. ഇവിടെയാണ് ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരൻ DNA സാമ്പിൾ നൽകിയിരുന്നത്. DNA സാമ്പിളിന്റെ പരിശോധന ഫലം 24 മണിക്കൂറിനിടയ്ക്ക് ലഭിക്കുമെന്നാണ്. അതെപ്പോഴും ലഭിച്ചേക്കാം. 24 മണിക്കൂറിനിടയ്ക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയം പരിശോധന ലഭിക്കും. 24 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസം 12 മണിക്കൂറിന് ശേഷം ലഭിക്കും. ഇതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ തന്നെ കേരള സമാജം പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ തന്നെ അഹമ്മദാബാദിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ്. കാരണം ഹോസ്റ്റൽ നമ്പർ 4, അതായത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ PG ഹോസ്റ്റലിന്റെ നമ്പർ 4 ഹോസ്റ്റലിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അതായത് ഹോസ്റ്റലിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും മൃതശരീരങ്ങൾ ഉണ്ടാവാം എന്നൊരു സാധ്യതയാണ് തിരച്ചിൽ സംഘം കണക്ക് കൂട്ടുന്നത്. ഇന്നലെ കണ്ടെടുത്ത 5 മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കാരണം ഇത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള മൃതദേഹങ്ങളാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലൊരു ഗർഭിണിയും അതേപോലെ തന്നെ 4 PG ഡോക്ടർമാരുമുണ്ട് എന്നതാണ് വളരെ ദുഃഖകരം. ഇന്നും തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ 12ഓളം ഡോക്ടർമാരെ കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചക്കറി കച്ചവടക്കാരനെ ഇപ്പോൾ കാണാനില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ പരാതിയുമായിട്ട് പുതുതായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും മരണസംഖ്യ ഉയരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ഉന്നതതല യോഗം കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതിൽ സംബന്ധിച്ച് എന്താണ് സുരക്ഷ, അടുത്ത കാര്യങ്ങൾ എന്താണ് വിമാനത്തിന് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള ഒരു ഇടക്കാല റിപ്പോർട്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ യോഗത്തിന് ശേഷം ഇത്തരമൊരു ഇടക്കാല റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഗുജറാത്ത് സർക്കാർ ഇന്ന് ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം അഹമ്മദാബാദിൽ വിമാന അപകടത്തെ തുടർന്ന് നെഗ്ലിജൻസ് ആരോപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള വിമാനം പറപ്പിച്ചതിനുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിന്റെ നടപടിക്രമം. അതുകൊണ്ട് ജീവഹാനി ഉണ്ടായി, ഇത്രയും ജീവഹാനി ഉണ്ടായി എന്ന FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിമാന അപകടം ഉണ്ടായാൽ ഇതൊരു പതിവ് സംഭവം മാത്രമാണെന്നാണ് ഇത് സംബന്ധിച്ച് പോലീസ് വിശദീകരിക്കുന്നത്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സേതുലക്ഷ്മി, അത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടത് എന്നായിരിക്കും മൃതദേഹം വിട്ടുകിട്ടുക എന്നതാണ്. രഞ്ജിതയുടെ മൃതദേഹം DNA ടെസ്റ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അത് നാളെയോടുകൂടി മൃതദേഹം വിട്ടു നൽകാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. DNA ഫലം എളുപ്പത്തിൽ വരികയാണെങ്കിൽ നാളത്തോട് തന്നെ രഞ്ജിതയുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കും എന്നാണ് സഹോദരനും ഇവിടത്തുള്ള കേരള സമാജം പ്രവർത്തകരും പറയുന്നത്. സേതുലക്ഷ്മി, ശരി ശരത്ത്, വ്യക്തമാണ്. അങ്ങനെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ അവിടെ ചർച്ചകൾ നടക്കുന്നു, പരിശോധനകൾ നടക്കുന്നു. ഇനി ഈ അപകട കാരണം സംബന്ധിച്ച അവലോകന യോഗമടക്കം ഇന്ന് നടക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ അഹമ്മദാബാദിൽ നിന്ന്.